ഉയരട്ടെ ത്രിവർണ പതാക, തിളങ്ങട്ടെ നമ്മുടെ ഇന്ത്യ. ജയ് ഹിന്ദ്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾക്ക് വളരെയധികം സന്തോഷമുള്ള ദിവസം. ഇന്ന് ഓഗസ്റ്റ് 15, ഇൻഡിപെൻഡൻസ് ഡേ. എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ. അപ്പം ഇന്ന് ഞാൻ എൻ്റെ കമ്പനിയിലാണ് ഇന്ന് ഉള്ളത്. ഇന്ന് നമ്മളിവിടെ രാവിലെ തന്നെ ഫ്ലാഗ് ഹോസ്റ്റിംഗ് സെറിമണിയൊക്കെ നടത്തി എല്ലാവർക്കും മധുരപലഹാരങ്ങളൊക്കെ വിതരണം ചെയ്തു. അതിനുശേഷം ഫ്രീ ആയപ്പോൾ ഇന്ന് വിചാരിച്ചു നമുക്കിന്ന് ശരിക്കും ഇൻഡിപെൻഡൻസ് ഡേയുടെ അനുബന്ധിച്ചുള്ള ആ ഒരു ട്രൈ കളർ കോൺസെപ്റ്റിൽ നമുക്കൊരു ഷൂട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. സാധാരണ ഞാൻ എല്ലാ ദിവസവും പരിചയപ്പെടുത്തുന്നത് നമ്മളുടെ ഗോൾഡൻ ഓർണമെൻറ്റ്സിനെയാണ്. ഇന്ന് നമ്മൾ ഈ ഒരു സ്പെഷ്യൽ ഡേയിൽ നമ്മളുടെ വ്യത്യസ്തമായ കുറച്ച് എന്താണ് നമ്മുടെ പറക്കാട്ട് ജുവൽസിൻ്റെ പറക്കാട്ട് പേൾസ് ആൻഡ് ജുവൽസ് എന്നാണ് നമ്മളുടെ ഫുള്ളായിട്ടുള്ള നെയിം. 1 ഗ്രാം തങ്കാഭരണങ്ങൾ മാത്രമല്ല, പറക്കാട്ടിന് അതിൻ്റെ ഒപ്പം തന്നെ പേൾസ്, കോറൽസ് അതെല്ലാം ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയിൽ നമുക്ക് പേൾ കോറൽ അതൊക്കെ പരിചയപ്പെടും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പേള്, അതായത് മുത്തു ചിപ്പിയിൽ നിന്ന് എടുക്കുന്ന നമ്മുടെ പേളിനെ നമുക്ക് പരിചയപ്പെടാം. ഇത് കണ്ടോ, ഇത് ഒറിജിനൽ റൗണ്ട് ഷേപ്പിലുള്ള പേളാണ് കേട്ടോ. നമുക്ക് വിശദമായിട്ടുള്ള വീഡിയോ ഓരോ പേളും എന്താണ് എങ്ങനെയാണ് അല്ലെ, നമ്മൾക്ക് പല ടൈപ്പ് പേളുകളുണ്ട്. അതൊക്കെ ഞാൻ പ്രഷ്യസ്, സെമി പ്രഷ്യസ്, അതുപോലെ നാച്ചുറൽ, പ്ലാസ്റ്റിക്, പിന്നെ അതുപോലെ ഫ്രഷ് വാട്ടർ, സീ വാട്ടർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വേറൊരു വീഡിയോയിൽ വിശദമായിട്ട് പേളിനെ കുറിച്ച് പരിചയപ്പെടുത്താം. ഞാനിപ്പോൾ ഇത് ഒരു മൊത്തത്തിൽ പേൾ എന്ത്, കോറൽ എന്ത്, മറ്റ് അങ്ങനെയുള്ള ഒരു ചെറിയ ബ്രീഫായിട്ട് പറയാം. അതായത് ഉണ്ടോ, പേളിൽ തന്നെ നമ്മൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ പേള് തന്നെ ഇങ്ങനെ ചെറിയ റൈസ് പേള് പോലുള്ളത്, അതൊരു മാല പോലെ. അപ്പോൾ ഇത് സ്ട്രാൻഡായിട്ട് ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാവുന്ന രീതിയിലുള്ളതാണ്. ഇത് നമ്മൾ പിന്നെ അതിൻ്റെ ബാക്ക് ചെയിനൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്ത് അങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് സാരിയുടെ കൂടെയോ ഒക്കെ ഉപയോഗിക്കാവുന്ന രീതിയിൽ ഇങ്ങനെ തന്നെ ഇടാവുന്ന ടൈപ്പാണിത്. ഇത് ഓൾറെഡി ട്വിസ്റ്റഡ് എല്ലാം വർക്ക് തീർത്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇനി വേറെ പലതരം പേളിനെ കുറിച്ച് അതിൻ്റെ സ്പീഡായിട്ടൊന്ന് പറയാം. ഇടാം. സാധാരണ നമുക്ക് വൈറ്റിൽ ഒരു ക്രീമിഷ് പേളായിരിക്കും എല്ലാവർക്കും അറിയാവുന്നത്. ഇതുണ്ട് കളറ് കുറച്ച് നമുക്ക് ഇപ്പോഴത്തെ ട്രെൻഡി ഡ്രസ്സാണ് ഈ ഒരു പീച്ച് കളർ എന്നൊക്കെ പറയുന്നത്. അതിനോടൊക്കെ യോജിക്കുന്ന രീതിയിലുള്ള എൻ്റെ കയ്യിൽ കിടക്കുന്ന വള വേറൊരു കളറാണ്. ബട്ട് ഇത് കണ്ടില്ലേ, ഇതൊരു പീച്ച് ഷെയ്ഡ് വരുന്നത്. എൻ്റെ കയ്യിൽ കിടക്കുന്ന വള കണ്ടോ, വേറൊരു ഷെയ്ഡാണ്, ഒരു അല്പം ഓഫ് വൈറ്റ്. അതേസമയം ഇത് കണ്ടോ, ഇതൊരു പീച്ച് കളറ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ വരുന്ന പേളിൽ തന്നെ ഒത്തിരി കളേഴ്സ് ഉണ്ട് കേട്ടോ. അതായത് ഇതൊരു ലൈറ്റ് യെല്ലോയിഷ് വരുന്ന റൗണ്ട് തന്നെ. നമുക്ക് കൂടുതലും എല്ലാവർക്കും അറിയാവുന്ന പേളെന്ന് പറയുന്നത് ശരിക്ക് ഈ ഒരു കളർ ആയിരിക്കും എല്ലാവർക്കും കൂടുതൽ അറിയാവുന്നത്. ഇതാണ് നമ്മൾ സാധാരണ കോമൺ കാണുന്നത്. ഇത് ആണെങ്കിൽ ഒരു ബട്ടൺ പേൾ എന്ന് പറയും. ഇത് ബട്ടൺ ഷേപ്പിൽ വരുന്ന പേളാണ്. ഞാനെല്ലാം ഒന്ന് സ്പീഡായിട്ട് പറയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഇതിൻ്റെയൊക്കെ വിശദമായിട്ട് വേറൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ഇതണ്ട വളരെ നൈസായിട്ടുള്ള റൈസ് പേളാണിത്. നമ്മുടെ അരിമണി പോലെ വരുന്നത്. ഇനി അരിമണി എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റൊന്നും കൂടെ കാണിക്കണല്ലോ, ഗോതമ്പ് ഷേപ്പ്, അല്പം കൂടെ വലുതായിട്ട് ഗോതമ്പ് മണി പോലെ ഉള്ള പേള്. ഇതിൻ്റെ എല്ലാ റേറ്റ് കാര്യങ്ങൾ ബാക്കിയെല്ലാം ആയിട്ട് നമുക്ക് വിശദമായിട്ട് പരിചയപ്പെടാം. അതായത് ഇതെല്ലാം ഫ്രഷ് വാട്ടർ പേൾസ് ആണ് കേട്ടോ. അതിൻ്റെ വിശദമായത് നമ്മൾ പിന്നീട്. ഇനി നമുക്ക് കോറൽ എന്ന് പറയുമ്പോൾ കോറലിനും ഉണ്ട് പല ടൈപ്പുണ്ട്. സാധാരണ നമ്മൾ കാണുന്നത് റൗണ്ട് ഷേപ്പിൽ വരുന്ന ഒരു സാധാരണ ഇത് 1 ലെയറോ 2 ലെയറൊന്നും ഇപ്പോൾ അധികം ആരും അങ്ങനെ ഉപയോഗിക്കാറില്ല. അങ്ങനെ ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള കോറൽ എന്ന് പറയുമ്പോൾ പവിഴം. അതിൽ തന്നെ ഇത് ഡാർക്ക് ഷെയ്ഡാണ്, ഇത് ലൈറ്റ് ഷെയ്ഡാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗോതമ്പ് മണി പോലെ വരുന്ന ഷേപ്പിൽ കോറലിലും ഉണ്ട്. ഇതുപോലെ തന്നെ പല ഷേപ്പുകളുണ്ട്. ഞാൻ വേറൊരു സ്പെഷ്യൽ ഷേപ്പ് കാണിച്ചു തരാം. അതുണ്ടാവും. ഇത് വരുന്നത് ശരിക്കും ഫ്ലവർ കോറൽ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ബഡ് മുട്ട് പോലെയാണ്, മുട്ട് പോലെ ഇരിക്കുന്നതാണ് ഈ ഷേപ്പ്. ഈ ഷേപ്പൊക്കെ ഇത്തിരി റയറാണെന്ന് വേണേൽ പറയാം. അതേപോലെ തന്നെ ഇതെന്ന് പറയുമ്പോൾ കുറച്ച് നമ്മളുടെ ഒരു ബോൺ ഷേപ്പിലൊക്കെ വരുന്നത്.
എന്നാൽ ഒരു ഇച്ചിരി ഫ്ലവർ ആണോ അങ്ങനെയൊക്കെ ഒരു വ്യത്യസ്തമായ രീതിയിൽ വരുന്ന കോറലിൻ്റെ ഒക്കെ ഡാർക്ക് ഷെയ്ഡിൽ ആണ് ഈ ഫ്ലവർ കോറൽ വന്നിരിക്കുന്നത്. അതേസമയം ഇതിനൊരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡാണ് വരുന്നത്. ഇതൊരു ട്വിസ്റ്റഡ് ഷേപ്പിൽ, ഓവൽ ഷേപ്പിൽ ട്വിസ്റ്റഡ് ആയിട്ടുള്ള കോറലാണ് വരുന്നത്. ഇതൊക്കെ ഇത്തിരി ഒരു ലൈറ്റ് ഷെയ്ഡിലേക്ക് വരുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ഇവിടെ ഇത് കണ്ടോ, ഇതിൽ നമുക്ക് കാണാവുന്നത് ഇത് നമ്മുടെ ഡ്രോപ്പ് ഷേപ്പിലുള്ള അല്ലെ ഗോപി പോലെയുള്ള ഷേപ്പിൽ വരുന്ന കോറലാണ് ഇതിനകത്ത് കാണുന്നത്. നമുക്ക് ഇനിയിപ്പം ഒരു റോസ് കോറലുണ്ട്. ഇത് ശരിക്കും റോസ് കോറലാണ്, റൗണ്ടിൽ വരുന്ന ലൈറ്റായിട്ടുള്ള, അതായത് നമ്മൾ ഒരു പീച്ച് കളറിലും ഒക്കെ പെടുന്ന രീതിയിലുള്ള ഒരു കോറലുമാണ്. ഇനി നമുക്ക് നമ്മുടെ ജേഡ് അതിലേക്കും കൂടി ഒന്ന് പോവാം. ഇത് ഒരു ജേഡിൻ്റെ തന്നെ കുറച്ച് അതിൽ ഒരു എന്താ പറയുക, ഒരു ബ്ലാക്ക് ഷെയ്ഡും കൂടെ വരുന്ന രീതിയിലുള്ള ജേഡാണ് ഇതിൽ വരുന്നത്. ഇനി ഇതെന്ന് പറയുന്നത് ഡാർക്കായിട്ടുള്ള ഗ്രീൻ കളറിൽ വരുന്ന കട്ടിങ് ജേഡാണ്, നിറച്ച് കട്ടിങ്ങാണ്. ഇത് നമ്മൾ ഒരു ലെയറൊക്കെ ആണെങ്കിലും അങ്ങനെ ഇട്ട് കഴിഞ്ഞ് ഇത്തിരി ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ, ഒരു ചാണകപ്പച്ച പോലെ ഒരു കളറെന്ന് വേണേൽ പറയാം. ഇത് അല്പം റെയർ തന്നെയാണ്. കോമൺ ആയിട്ട് വരുന്ന സാധാരണ വരുന്ന ജേഡാണ് ഇത് നമ്മുടെ റൗണ്ട് ഷേപ്പിൽ ഒറ്റ സ്ട്രിങ്ങൊക്കെ ആയിട്ട് ഉപയോഗിക്കാവുന്ന. ഇത് കെട്ടി വേണേലും നമുക്ക് പേളും കോറലും ജേഡും എല്ലാം മിക്സ് ചെയ്ത് കെട്ടി മാല ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കെട്ടി അല്ലാതെ നമുക്ക് കോർത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇത് അടിപൊളിയായിട്ടുള്ള ഒരു കട്ടിങ് ജേഡാണ്, വലിയ മുത്ത് വെച്ചിട്ട്. ഇതുപോലെ ചോക്കറായിട്ടോ സിംഗിൾ ലെയർ മാലയായിട്ടോ ഒക്കെ നമുക്ക് വർക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അതായത് ഞാൻ കെട്ടി ചെയ്യുന്ന കോർക്കുന്നതും ഒക്കെ പറയുമ്പോൾ, അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന ഈ പേളെന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ നൂലിൽ സ്ട്രിങ് ചെയ്തിരിക്കുന്നതാണ്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ കെട്ടി ചെയ്യുന്ന വർക്കാണ്. ഇതിനകത്ത് തന്നെ കരിമണി കെട്ടുന്ന പോലെ കെട്ടാം, രുദ്രാക്ഷം കെട്ടുന്ന പോലെ കെട്ടാം, 2 ടൈപ്പ് കെട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. പിന്നിക്കെട്ടെന്ന് പറയുന്ന, കരിമണിക്കെട്ടെന്ന് പറയുന്നത്, ഇതിപ്പോൾ ഒക്കെ ഇതൊക്കെ രുദ്രാക്ഷം കെട്ടെന്ന് പറയുന്ന പോലെയുള്ള ഇതിൽ ചെയ്തേക്കുന്നത്. ഇതിനകത്ത് കോറലുണ്ട്, കോറലിൻ്റെ ഒരു ചെറിയ ലൈറ്റായിട്ടുള്ള ഷെയ്ഡ്, അതുപോലെ പേള് ഏറ്റവും ചെറിയ പേള് ചെയ്തതുണ്ട്. അതുപോലെ തന്നെ ജേഡിൽ കെട്ടി ചെയ്ത മാലയുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കെട്ടി വേണമെങ്കിലും ചെയ്യാം. ഇതാണെങ്കിൽ കോർക്കുന്ന ഒരു രീതിയാണ്. ഇതൊക്കെ കോർത്തിരിക്കുന്നതാണ് സിമ്പിളായിട്ട്. അതിൽ ഗോൾഡൻ ടച്ച് ഒന്നും വരില്ല. ബാക്ക് സൈഡ് മാത്രം നമ്മൾ ഗോൾഡിലോ അല്ല ത്രെഡോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഇത് ഒരല്പം വലിയ മാല ഞാനൊരു ഷൂട്ടിന് വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ. ഒരു ഡ്രസ്സിൻ്റെ കളർ കോമ്പിനേഷൻ ഈ ഒരു 4 കളേഴ്സായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. അതുകൊണ്ട് അതിനകത്ത് ഈ ഒരു കളർ നിങ്ങൾക്ക് ഇതിനകത്ത് വരുന്നതല്ല, പേളും കോറലിലും വരുന്നതല്ല. ഇതെന്ന് പറയുന്നത് ഒരു യെല്ലോയിഷ് സ്റ്റോണാണ് വരുന്നത്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് വിശദമായിട്ട് പറയാം. ഇതിൽ കണ്ട ഇത് റൈസ് പേളും അതുപോലെ തന്നെ കട്ടിങ് കോറല്, ഇത് റോസ് കോറലിൻ്റെ റൗണ്ട് ഷേപ്പും വരുന്നതാണ്. അപ്പോൾ ഇത് ഏത് വേണമെങ്കിലും ഉണ്ട്. ഇത് നമ്മൾ നൂലിൽ വെറുതെ കോർത്തിരിക്കുന്നൊരു വർക്കാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് കാര്യങ്ങളും അതുപോലെ വിശദമായിട്ട് എന്താണ് പേള് എന്താണ് കോറൽ എന്നൊക്കെ ഉള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഞാൻ ഒരു കാര്യം കൂടെ, ഇനിയിപ്പോൾ മാല മാത്രമല്ല ഇതിനെല്ലാം ചേരുന്ന രീതിയിൽ വളയും കൂടെ ഉണ്ട് കേട്ടോ. റോസ് കോറലിൽ ചെയ്ത വള, ജേഡിൽ ചെയ്തിട്ടുള്ള വളയുണ്ട്. ഇത് എൻ്റെ കയ്യിൽ കിടക്കുന്നതും ഏകദേശം ഈ സെയിം വള തന്നെയാണ്. ഇങ്ങനെ നമുക്ക് പല പാറ്റേണിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇത് കോറലിൽ ചെയ്തത്. അപ്പോൾ എങ്ങനെ വേണേലും വളയും കമ്മൽ മോതിരം, അത് പറഞ്ഞപ്പോഴാണ് ഓർത്തെ എൻ്റെ കയ്യിൽ ഇത് കിടക്കുന്നത് പേളിൻ്റെ മോതിരം തന്നെയാണ്. ഞാൻ ഈ ഒരു ഇന്ന് പേളിൻ്റെ സെറ്റ് നമ്മൾ പേളും കോറലും ഒക്കെ കാണിക്കുന്നതുകൊണ്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഏകദേശം അത് തന്നെയാണ്. പേളിൽ തന്നെ ഒരു അല്പം ഓഫ് വൈറ്റ് കളറിലുള്ള പേളിൽ ചെയ്തിരിക്കുന്ന ഒരു ചോക്കർ നെക്ലേസാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുകയും ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇന്ന് നമ്മുടെ പേൾ കോറലെല്ലാം കണ്ട് കാണുമല്ലോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തോന്നുന്നു. കൂടുതൽ വിശദ വിവരങ്ങളായിട്ട് നമ്മൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക നമ്മളുടെ ചാനൽ, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും നല്ലൊരു കമൻറ്റും കൂടെ തരണം കേട്ടോ നമുക്ക്. താങ്ക് യു.